ഹായ് ഹലോ നമസ്കാരം. 24 ന്യൂസിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, ജനകീയ കോടതി എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടായിരിക്കും. അഖിലും മാരാറും ഒക്കെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. പല ജനകീയ വിഷയങ്ങളിലെയും തർക്കങ്ങൾ അതിനകത്ത് ഒരു കോടതി ഉള്ള രീതിയിൽ സംസാരിച്ച് ഒരു തീർപ്പാക്കുന്ന ഉള്ള ഒരു സംഭവമാണ്. തീർപ്പെന്നല്ല, അതിന്റെ ഒരു ജെന്യൂനിറ്റി അത് തെളിയിക്കുക എന്നുള്ളതാണ് പ്രോഗ്രാം. പലപ്പോഴും ഇത് പൊളിഞ്ഞു പോകുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നടത്തിയ സാന്ദ്ര തോമസ്, സജി നമ്പ്യാട്ട് ഒക്കെ ഉള്ള ഹാഷ്മി നടത്തുന്ന ആ ഒരു പ്രോഗ്രാമില് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആ ഒരു പ്രോഗ്രാമിന് കഴിഞ്ഞു. നിങ്ങൾ കാണാത്തവർ ഉറപ്പായിട്ടും ആ ഒരു പ്രോഗ്രാം കാണണം. കാര്യം അതിനകത്ത് ഷൈൻ നിഗത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഷൈൻ നിഗത്തിനെ ഈ പറയുമാതിരി ലിറ്റിൽ ഹാർട്ട് എന്ന് പറയുന്ന സിനിമ, ഈ പറയുമാതിരി സാന്ദ്ര തോമസ് പ്രൊഡ്യൂസറായിരുന്ന ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഷൈനികത്തിനോടുള്ള വെറുപ്പ് കാരണം ബി ഉണ്ണികൃഷ്ണൻ അടങ്ങുന്ന ഒരു സംഘം ആ സിനിമ ഇല്ലാതാക്കാൻ വേണ്ടി എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചു എന്നറിയാമോ? ഷൈനികം എന്ന് പറയുന്ന ഒരു നടനോടുള്ള വെറുപ്പ്, ആ നടനോട് നേരത്തെ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. നീ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തന്നെ ഇല്ലാതാക്കും എന്നുള്ള രീതിയിലായിരുന്നു ബി ഉണ്ണികൃഷ്ണന്റെ ഇത്. അയാൾക്ക് ഇത്ര അഹംഭാവം കാണിക്കാനുള്ള റൈറ്റ്സ് ആരാണ് കൊടുത്തത്? ബി ഉണ്ണികൃഷ്ണന്റെ തന്തയുടെ വകയാണോ മലയാള സിനിമ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് മാത്രമല്ല, ഇതിനകത്ത് വേറെയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാം. ഈ ഒരു കാര്യത്തിൽ ജനകീയ കോടതിയിൽ സംസാരിക്കുന്ന സമയത്ത് ഓം ശാന്തി ഓശാന എന്ന് പറയുന്ന ഒരു സിനിമ ഈ പറയുന്ന ആൻഡോ ജോസഫ് ഈ സാന്ദ്ര തോമസിൽ നിന്ന് തട്ടിയെടുത്ത കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് അതൊന്ന് കേട്ടുപോകാം, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ. ഓം ശാന്തി ഓശാന എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഞാൻ എല്ലാം ചെയ്തുകൊണ്ട് വന്ന് എന്റെ സിനിമയായിരുന്നു അത് ഒരു സുപ്രഭാതത്തിൽ ആൻഡോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി വരുന്നു, ആ സിനിമ അടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോഴേക്കും ഞാൻ കൊണ്ടുപോയി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ ഇത്ര നാൾ ഉണ്ടാക്കി ആ പ്രോജക്റ്റിന് വാല്യൂ ഉണ്ട് എന്ന് കണ്ടപ്പോഴേക്കും ആൻഡോ ജോസഫ് വരുന്നു. അപ്പൊ ഒരു വലിയ ബാനർന്ന് കണ്ടപ്പോൾ ഡയറക്ടറും റൈറ്ററും എല്ലാം ആ പുറകെ പോകുന്നു. അങ്ങനെ ആൻഡോ ജോസഫ് സിനിമ ചെയ്യുന്നു, ആ സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പൊ ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുന്നു. ഈ കംപ്ലൈന്റ് കൊടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതെന്റെ മറ്റ് സിനിമകളെയും ബാധിക്കാൻ തുടങ്ങി. അതായത് ഞാൻ മങ്കിപ്പെന്നും സക്രിയയുടെ ഗർഭിണികളും ഉള്ള സിനിമയും കൂടെ അതേ സമയത്ത് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർ പറഞ്ഞ റീസൺ, മങ്കിപ്പൻ പോലത്തെ ഒരു ചെറിയ പടം കുട്ടികളുടെ സിനിമ ചെയ്യുന്ന പ്രൊഡ്യൂസറുമായി പടം ചെയ്യാൻ താല്പര്യമില്ല, വലിയ ബാനറിൽ പടം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് പെട്ടെന്ന് ഒരു ഓഫീസിൽ കയറി വരുന്നു, ഇങ്ങനെ വന്ന് കഥ പറഞ്ഞ് ആ കഥയ്ക്ക് അഡ്വാൻസ് കൊടുത്തു. ഡയറക്ടർ അവർ പറയുന്നു, ഡയറക്ടർക്കും അഡ്വാൻസ് കൊടുത്തു, ഇരുത്തി എഴുതിച്ച് ഒരു കഥയാക്കി ആക്ടേഴ്സിനെ കൊണ്ടുവന്ന് എല്ലാം, അതായത് നിവിൻ പോളി അടക്കം അഡ്വാൻസ് കൊടുത്ത സിനിമയാണ് ഞാൻ. എല്ലാവരും കൊണ്ടുവന്ന് വിനീത് ശ്രീനിവാസനും ആയി കഴിഞ്ഞത് ഒരു വലിയ പ്രോജക്റ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് വന്ന് അടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഇത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് ഈ സിനിമയുടെ പേര് ഓലക്കുടയും കുംഫു പാണ്ഡയും എന്നായിരുന്നു. അപ്പൊ ഈ സിനിമ ഞാൻ ഇത് എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൊണ്ട് ഇതിനകത്ത് അസോസിയേഷൻ ഇടപെടണം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞ് ഇതിന് ഒരു അനക്കവുമില്ല. അസോസിയേഷനിൽ നിന്ന് കുറെ നാളത്തേക്ക് ഒരു അനക്കവുമില്ല. അപ്പൊ ഞാൻ ഈ സജി നമ്പ്യാട്ടായാലും ആൻഡോ ജോസഫ് ആയാലും ബി ഉണ്ണികൃഷ്ണനൊക്കെ ആയാലും മലയാള സിനിമയ്ക്ക് തന്നെ നാണക്കേടാണ് ഈ ഏകാധിപത്യം, പുരുഷ ഏകാധിപത്യത്തിന് പിന്തുണ നൽകുന്ന ഇത്തരം ആൾക്കാരെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമ ആട്ടി ഓടിക്കേണ്ടതാണ്. ഇവരുടെ ആരുടെയും തന്തയുടെ വകയല്ല യഥാർത്ഥത്തിൽ മലയാള സിനിമ. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ഫാമിലി എന്നൊക്കെ പറയുന്ന യൂട്യൂബ് ചാനൽ കണ്ടാൽ മനസ്സിലാവും സാന്ദ്ര തോമസ് എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം സ്ട്രോങ് ആണെന്നും അത് എത്ര നല്ലൊരു അമ്മയാണെന്നും എത്ര നല്ല മനസ്സിന് ഉടമയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അവരെ അറിയാത്തവർ ഒരുപാട് പേര് അവർ വിമർശിക്കുന്നുണ്ട്. പക്ഷെ സാന്ദ്ര തോമസിന്റെ എന്താ പറയുക പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വന്നിട്ട് അവര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. പൊതുജനങ്ങൾ അവരെ എന്താ പറയുന്നത് കൂടുതൽ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ പറയുന്ന ഓരോ കാര്യത്തിനും ഒരു കടമ്പുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നതെന്നുള്ളത് ഈ ഒരു പ്രോഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ പ്രോഗ്രാമില്, അതായത് ഈ ജനകീയ കോടതി എന്ന് പറയുന്ന പ്രോഗ്രാമില് ഹാഷ്മി ഇരിക്കെ തന്നെ സജി നമ്പ്യായിട്ട് സമ്മതിക്കുന്ന ഒരു വിഷയമുണ്ട്. ഈ പറയുമാതിരി ഫിലിം ചേംബറിന്റെ മുമ്പിൽ വെച്ചിട്ട് ഈ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അലവലാതി പ്രൊഡ്യൂസർ അസോസിയേഷന്റെ അല്ലെങ്കിൽ ഫെഫ്കയുടെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ഈ നാറി മലയാള സിനിമയിൽ ഇനി സാന്ദ്ര തോമസ് എന്ന് പറയുന്ന ഒരാള് കാണില്ല, സിനിമ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഇവിടെ സാന്ദ്ര തോമസ് പറയുന്ന
കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് കാണാം. 1 കോടി രൂപ എനിക്ക് നഷ്ടപരിഹാരം വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ ആൾക്കാരെ വെച്ച് ചെയ്തു. കാര്യം നമ്മളൊരു സാധനം വിട്ടുകൊടുക്കുമ്പോൾ നമുക്കും അതിനുള്ള ഗുണം ഉണ്ടാവണമല്ലോ. ഈ 1 കോടി രൂപ എന്ന് പറഞ്ഞത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഞാൻ പറഞ്ഞത് ഒരു വലിയ എമൗണ്ട് ആണ് എന്നാണ് അവർ പറയുന്നത്. അത് ഇത് ഒരിക്കലും പരിഹാരമാവില്ല, ഇത് തരില്ല. അപ്പോൾ തന്നെ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ അകത്തോട്ട് കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു എന്നെ ഇനി മലയാള സിനിമ ചെയ്യാൻ സമ്മതിക്കില്ല. ആ സമയത്ത് എടക്കാട് വെച്ചാലിൻ എന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഇനി മലയാള സിനിമ ഞാൻ ചെയ്യില്ല, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് ചേംബറിന്റെ ഹാളിൽ വെച്ച് ഇവരെല്ലാവരും ഇരിക്കുന്ന മുഴുവൻ പൈസയും ആ പൈസ ഉൾപ്പെടെ വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം പണം ചെയ്തിട്ടുണ്ടല്ലോ. ആരൊക്കെ പറയും എന്തൊക്കെ ഞങ്ങളുടെ മെമ്പർ ആണെങ്കിൽ സാന്ദ്ര തോമസിനെ ആര് വരട്ടെ സാന്ദ്ര തോമസ് ചെയ്യും സാർ. മാത്രമല്ല അന്ന് അത് വരട്ടെ നിന്നെ കാണിച്ചു തരാം, ഇവിടെ നീ ഇനി ഒരു പടവും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഈ ചേംബറിന്റെ ഇത്രയും എപെക്സ് ബോഡിയാണെന്ന് നൽകി എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചിട്ട് പുള്ളി ഇറങ്ങിപ്പോയി. ആദ്യം പുള്ളി ചെയ്തത് എന്റെ നടന്നുകൊണ്ടിരിക്കുന്ന പടത്തിന്റെ വർക്ക് നിർത്തിച്ചു വെച്ചു. ഫെഫ്കയുടെ മെമ്പേഴ്സ് ആയ ആൾക്കാരെ വിളിച്ചെടുത്ത് ഇതിന്റെ എഡിറ്റിംഗ് നടത്തരുത്, ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് പുള്ളി നിർത്തിച്ചു. ഒരു ഫിലിം ചേംബറിന്റെ മുമ്പിൽ വെച്ച് ഇയാൾ ഈ അഹങ്കാരം കാണിക്കുമ്പോൾ അതിനകത്തൊക്കെ ഇരിക്കുന്ന ആണുങ്ങളെന്ന് സ്വയം നടിച്ചിരിക്കുന്ന ആണും പെണ്ണും കെട്ട ജാതി വിവരമില്ലാത്ത ഈ പറയുമാതിരി സജി നന്ദേട്ടനെ പോലെയുള്ള ആൾക്കാർ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ആരാണ്? മലയാള സിനിമയിൽ ഇന്നയാള് സിനിമ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി ഇയാൾ ആരാണ്? ഇയാൾക്ക് തന്തയ്ക്ക് ആരെങ്കിലും എഴുതി കൊടുത്തതാണോ? മലയാള സിനിമ ഇയാളുടെ ഒട്ടുമിക്ക സിനിമകളും പൊളിഞ്ഞുകയാണ്. എന്നിട്ട് ഇയാൾ എങ്ങനെയാണ് ഈ തലപ്പത്തിരിക്കുന്നത്? ശരിക്കും നമ്മളെ ഒന്നും കൂടെയൊക്കെ കുറെ കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന ഒരു പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ ദിലീപ് ഒരു കേസിൽ പ്രതിയായതുകൊണ്ട് ദിലീപിന്റെ തലയിലൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട്. ശരിക്കും ദിലീപിനെ അടിച്ചു കളഞ്ഞ് ഇതേക്കണക്കുള്ളവന്മാരല്ലേ പവർ ഗ്രൂപ്പ്? ഒരാളും എതിർക്കുന്നില്ല. നേരത്തെ ദിലീപൊക്കെ അതിന്റെ തലപ്പത്തുണ്ടായിരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോ ഒരാൾക്കൂടെ സംസാരിക്കാൻ പോലുമുള്ള റൈറ്റ്സ് ഇല്ല. ഉണ്ണികൃഷ്ണൻ പറയുന്നു, അതങ്ങ് നടപ്പാക്കുന്നു. ഇതിനകത്ത് ബി ഉണ്ണികൃഷ്ണനെ പറ്റി ഒരുപാട് ആരോപണങ്ങൾ, ഈ പറയുന്ന പീഡനം അടക്കമുള്ള സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പും വന്നിട്ടുള്ള ഒരാളാണ്. ഇയാളിപ്പോഴും സർക്കാരിന്റെയും അല്ലെങ്കിൽ ചേംബറുകളുടെ ഒക്കെ തലപ്പത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം മലയാളിക്ക് നാണക്കേട്, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് തന്നെ നാണക്കേടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹേമ കമ്മിറ്റി സംസാരിക്കാൻ പോയി, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയിൽ ഈ ഒരു ചേംബറിന്റെയും കൂടെ വിവരങ്ങൾ, അതായത് സിനിമയെ പറ്റി പിടിക്കാൻ വന്നവരാണ് ഹേമ കമ്മിറ്റി. അവിടെ പോയി സജീവ് നന്ദിയായിട്ട് അടക്കമുള്ളവർ പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ സാന്ദ്ര തോമസ് പോയെന്ന് ഈ പ്രോഗ്രാമിൽ തന്നെ സമർപ്പിക്കുന്നുണ്ട്. അപ്പോ അതിനെപ്പറ്റി അവിടെ പോയി സംസാരിച്ചത് ഇത്ര വലിയ കുറ്റം എന്ന് പറഞ്ഞവരെ വെളിയിലാക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. കാര്യം ഇവരെന്തിനെയൊക്കെ ഭയക്കുന്നു. പല സ്ത്രീകളുടെയും കാര്യങ്ങൾ സാന്ദ്ര തോമസ് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവരെയൊക്കെ പേടിച്ച് വാ തുറക്കാതിരിക്കുന്ന പല സ്ത്രീകളും, അവരൊക്കെ സ്ത്രീകളാണോ എന്ന് തന്നെ സംശയമാണ്. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ WCC ഒക്കെ എടുക്കുന്ന പല കാര്യങ്ങളിലും എടുക്കുന്നത് പേടിച്ചിട്ട്, ഈ ഫിലിം ചേംബറുകളെയൊക്കെ പേടിച്ചിട്ട് തന്നെയാണെന്ന് നമുക്ക് സമർപ്പിക്കേണ്ടി വരും. അങ്ങനെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. സാന്ദ്ര തോമസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം മുതൽ വിജയ് ബാബുവിന്റെ വിഷയം മുതൽ, വിജയ് ബാബു സാന്ദ്ര തോമസിനെ തല്ലാൻ പോകുന്നു, ആ ഒരു ഇഷ്യൂ മുതൽ സ്ത്രീവിരുദ്ധ നിലപാടുകളാണ് ഈ പറയുമാതിരി പ്രൊഡ്യൂസർ അസോസിയേഷൻ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ഫെഫ്ക എന്ന് പറയുന്ന സംഘടനയൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. ഇതിന്റെ തലപ്പത്ത് സ്ത്രീകൾ വരണമെന്ന് അവർ വാദിച്ചതിൽ എന്താണ് തെറ്റ്? ഒരു പുരുഷനെന്നുള്ള രീതിയിൽ ആണെന്നുള്ള എന്തെങ്കിലും ആണത്വം ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഓരോ ആണുങ്ങളും പ്രതികരിക്കണം, പ്രതിഷേധിക്കണമെന്നാണ് കാര്യം. ആണെന്ന് പറഞ്ഞാൽ പെണ്ണിനെ അടിമയാക്കി വെക്കുന്നവർ മാത്രമല്ല, സ്ത്രീയെ സംരക്ഷിക്കാൻ കൂടി ഉള്ളത്. വേറെ ഒരു കാര്യം കൂടെ സാന്ദ്ര തോമസ് ഇതിൽ ഗുരുതരമായ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അവർ ഇട്ടുകൊണ്ടുപോയ ഒരു ഡ്രസ്സിന്റെ ഒരു ബട്ടൺ അഴിഞ്ഞു കിടന്നതിന് അതിന് വൾഗറായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഈ പ്രൊഡ്യൂസേഴ്സ്. അതായത് വലിയ ദീർഘമായ അല്ലെങ്കിൽ സംസാരിക്കേണ്ട ഒരു വിഷയം അവർ സംസാരിക്കാൻ വന്ന സമയത്ത് ഒരുപാട് പ്രോഗ്രാം വെച്ചിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഇവര് നോക്കുന്നത്, ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അകത്തിരിക്കുന്ന ആൾക്കാർ നോക്കുന്നത് അവരുടെ ആ പൊട്ടിപ്പോയൊരു ബട്ടണിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു വ്യക്തി പോയിട്ട്, ഞാൻ അദ്ദേഹത്തെ അവമാനിക്കാൻ പോകുന്നില്ല, അദ്ദേഹത്തിന്റെ ഉദ്ദേശം നല്ലതാ ചീത്തയാണെന്നൊന്നും അറിയത്തില്ല, അപ്പൊ അദ്ദേഹം പോയിട്ട് അവിടെ പറയുവാണ് ഇത് കോമഡി ആയി പോകും, നിങ്ങളുടെ ഒരു ബട്ടൺ അരിഞ്ഞു കിടക്കുവാണെന്ന്. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞരമ്പ് രോഗികളാണ് മലയാള സിനിമയുടെ തലപ്പത്ത് ഇപ്പോൾ നിലവിലുള്ളത്. അത് മാറേണ്ട ആവശ്യം തന്നെയാണ്. സ്ത്രീകൾ
ഉള്ള ഒരു സംഘടനയിൽ സ്ത്രീകൾക്ക് പക്വമായ ഒരു പദവി നൽകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അവർക്ക് സ്ത്രീകളുടെ വിഷയങ്ങൾ കേൾക്കാൻ പറ്റും, സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്നത് അവരെ എതിർക്കാൻ കഴിയും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ സാന്ദ്ര തോമസ് തന്നെ ആവണം എന്നില്ല, ഒരുപാട് സ്ത്രീ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഇപ്പം ഈ പറയുന്ന രേവതിയെ പോലുള്ള പുരുഷന്മാർക്ക് അടിമപ്പെട്ട് കിടക്കുന്നവരെ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് പേര് ഉണ്ട്. ഇപ്പൊ അഞ്ജലിയൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇപ്പൊ സ്ത്രീ പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് മുന്നോട്ട് വരുന്നുണ്ട്. സ്ത്രീകൾ ചെയ്യുന്ന ഡയറക്ടേഴ്സും വരുന്നുണ്ട്, ഫിഫ്റ്റിയിലൊക്കെ ഡയറക്ടേഴ്സും വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.